നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത തെറ്റ് ഇതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു അത് വാമേട്ടൻ്റെ ശാപമാണെന്ന്. 10-20 വർഷമായി ഞാനതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്ന് ദുർഗ ഉണ്ണിയോട് പറയണ്. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയണ് അവർ ചെയ്തു തന്നെയാണ് ശരി. കാരണം എൻ്റെ അച്ഛൻ ചെയ്തത് എന്താണ് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ വെറുപ്പാണ് എന്ന് പറയണ കേട്ടോ. അതേസമയം അച്ഛൻ അവിടെ വന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും അമ്മ പോകണമായിരുന്നു. ഞങ്ങൾ 2 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികളെയും കൊണ്ട് തറവാട്ടിൽ പോയി നിൽക്കണമായിരുന്നു. അച്ഛനെന്തായാലും കുട്ടികളെ സ്നേഹമാണല്ലോ. അപ്പോഴെന്തായാലും ശരി അച്ഛൻ ഒന്നില്ലേ അമ്മയെ വിളിക്കാൻ വരും, അല്ലെങ്കിൽ ഒരുപാട് സ്വത്ത് എഴുതി തരുമായിരുന്നു. ഇത് രണ്ടും അമ്മ ചെയ്തില്ല എന്ന് പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ പറയും, അപ്പോൾ ഞാൻ എൻ്റെ വിശ്വേട്ടനെ ഒഴിവാക്കിയിട്ട് പോകണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. അതെ, അതായിരുന്നു അമ്മ ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ അമ്മയ്ക്ക് പകുതി സ്വത്ത് കിട്ടിയേനെ എന്ന് പറയും. എടാ, എൻ്റെ വിശ്വേട്ടൻ എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയില്ല എന്നിങ്ങനെ ദുർഗ പറയുമ്പോൾ, സ്നേഹം കൊണ്ട് എന്ത് കിട്ടി? അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലല്ലോ. എല്ലാം അങ്ങേരുടെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങേരെ കാണുമ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണോ അങ്ങേരോട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ കണ്ണനെ സ്നേഹിച്ചാൽ മതി. അത് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവൻ തരും എന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്മ അതാണോ ചെയ്യുന്നത്? ഇല്ല, ഞാനൊരിക്കലും അഭിനയിക്കില്ല, എനിക്കൊരിക്കലും അഭിനയിക്കാൻ കഴിയില്ല ഇനി കണ്ണനോട് എന്ന് പറയണ്. ഞാൻ സ്നേഹിച്ചാൽ ഞാൻ വേണം പറയുന്ന സാധനങ്ങൾ എന്തെങ്കിലും തരുമോ? എനിക്കൊന്നും തരില്ല. എന്തായാലും നക്കാപ്പിച്ച എന്തെങ്കിലും തരും. അതൊക്കെ കാര്യം എന്തായാലും ശരി, കരുണയുടെ മുത്തശ്ശി തന്നെയാണ്. അവരെ എനിക്ക് എത്ര സ്വർണം ആ പ്രോപ്പർട്ടിയും എല്ലാം എഴുതി തന്നു എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം കരുണയുടെ കാര്യം പറയണ കേട്ടോ. അവരാണ് ശരി എന്നിങ്ങനെ പറയണ്. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അതനുസരിക്കാൻ പഠിക്കും മോനെ എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, അവരൊരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവർ നന്നായി ജീവിക്കാൻ പാടില്ല, അവർ നശിച്ചു പോകണം. കാരണം എൻ്റെ വിശ്വേട്ടനെ കൊന്നവർ ഒരു കാലത്തും ഗതി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രാഗിയിട്ട് ദുർഗ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം കരുണ അച്ഛനെ കാണാതെ വിഷമിച്ചിട്ട് മുത്തശ്ശിയെ വിളിക്കുകയാണ്. അച്ഛനെ എത്തിയോ മുത്തശ്ശി എന്ന് ചോദിക്കും. ഇല്ല മോളെ, എന്താണെന്നുള്ളത് അറിയില്ല, എത്ര നേരം എത്തിയിട്ടില്ല, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ ചെയ്യണം കേട്ടോ. പിന്നീട് നമ്മളെ മാർക്കോ നല്ല പോലെ അവരെ 2 പേരെയും കിടത്തിയിട്ട് എന്നാലിനി കർക്കിടക ചികിത്സ തുടങ്ങാം എന്ന് പറഞ്ഞതിന് ശേഷം നല്ല ചവിട്ടി തിരുമ്പുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും വാമദേവനും നിലവിളിച്ച് കരയണം കേട്ടോ. ഒരുപാട് കരയണം. നീയേ ആ അങ്ങേരെ ഒരു ബന്ധമില്ലാത്തതുപോലെ നീ ആ അങ്ങേരെ ചോര വാർന്ന് മരിച്ച് കിടക്കുമ്പോൾ നിനക്ക് ഇതൊന്നും തോന്നിയില്ലല്ലോ. അതിനുള്ള ശിക്ഷയാണ്. എന്തായാലും നിങ്ങൾക്ക് ജയിലിൽ നിന്ന് ചൂരൽ ശിക്ഷ കിട്ടിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വകയെങ്ങ് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ചൂരൽ ലോപ്സിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് നല്ല പോലെ കാലിൻ്റെ അടിയിൽ അടിക്കുകയാണ് കേട്ടോ. ഓരോ അടി കൊടുക്കുമ്പോഴും 2 പേരും കരയണം, വേണ്ട മോനെ വേണ്ട മോനെ എന്നിങ്ങനെ പറയണം കേട്ടോ. ഒരുപാട് എന്തുപോലെ അടിക്കാൻ പറ്റുമോ അത്രയും അടുപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാർക്കോ അങ്ങനെ തളർന്നു പോവുകയാണ്. അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടാണ് അവരെ അടിക്കണത് കേട്ടോ. പിന്നീട് ദുർഗയോട് പറയണേ, ഇന്ന് എന്തായാലും അവർ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ദുർഗയ്ക്കൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. മോനെ, അവരെ ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ വിടരുത്, അവർക്ക് തൂക്കുകയറ് വാങ്ങിക്കൊടുക്കണം, അവർ ജീവപര്യന്തം കിടക്കട്ടെ എന്നിങ്ങനെ പറയണം. അത് കേട്ടുകൊണ്ടാണ് കരുണയും ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്തായാലും ശരി, കേസ് നടത്തണം എന്നിങ്ങനെ പറയണം. എനിക്കെന്തായാലും അതിൻ്റെ നഷ്ടപരിഹാരമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കെന്തായാലും നഷ്ടപരിഹാരം വേണം, അത് ഉറപ്പായ കാര്യമാണ്. അവരുടെ എന്ത് വിറ്റ് വെറുക്കിയാലും 10-20 വർഷമായ കേസാണല്ലോ, എനിക്ക് അച്ഛനില്ലാതെ വന്ന നഷ്ടം എന്തായാലും എനിക്ക് കിട്ടിയേ തീരുള്ളൂ എന്ന് പറയും. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ആ പൈസ വേണ്ട, വല്ല അനാഥാലയത്തിലും കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും കിട്ടിയേ ഒക്കുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയടാ, നിനക്ക് നിൻ്റെ അമ്മാനപ്പൻ്റെ സ്വത്ത് മുഴുവൻ നിനക്ക് വരേണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെ എനിക്ക് വരും? അവളുടെ പേർക്ക് വരുന്നത് എനിക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? അവൾക്ക് 150 പവൻ സ്വർണം കൊടുത്തു, അതിൽ ഒരു പൊട്ട് സ്വർണം പോലും ഞാൻ എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഉണ്ണിക്ക് എന്തായാലും അത് കിട്ടിയേ തീരുള്ളൂ എന്ന് തന്നെ ഉണ്ണി ഇങ്ങനെ പറയണം. അതേസമയം കരുണ പോയിട്ട് കണ്ണനോട് ചോദിക്കേണ്ട, കണ്ണേട്ടാ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഒഴിവാക്കുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്നത് ദുർഗയ്ക്ക് അങ്ങനെ കലി വരികയാണ്. കണ്ടോ കണ്ണ, ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്? എന്തായാലും ശരി, എൻ്റെ വിശ്വേട്ടനെ കൊന്നവരെ വെറുതെ വിടാൻ പാടില്ല, അവരെ ജയിലിൽ തന്നെ അടയ്ക്കണം, അവർ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദുർഗ അങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം
ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് വെറുതെ വളരില്ലല്ലോ, എന്തായാലും കണ്ണേട്ടൻ എന്നെ എൻ്റെ കാല് ശരിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, എന്തായാലും എനിക്ക് നഷ്ടപരിഹാരം വേണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, നിന്നോട് കണ്ണൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയുന്നില്ലല്ലോ, മാനം മര്യാദയ്ക്ക് നിനക്ക് ഇവിടെ ജീവിച്ചുകൂടെ എന്നെല്ലാം ചോദിക്കേണ്ട കേട്ടോ. പിന്നീട് കരുണ അങ്ങനെ കരയാണ്, കണ്ണേട്ട എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല, കാരണം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ദുർഗയും പോവുകയാണ്. നിന്നെ എൻ്റെ വിശ്വേട്ടനെ കൊന്നവരെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങേര് മറ്റേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേരുടെ മുട്ടുചേർട്ട് ഞാൻ തല്ലി ഒടിക്കും, മരുമോനത്തെ പോലെ തന്നെ അങ്ങേരെ വീൽ ചെയറിൽ ഞാൻ ഇരുത്തും എന്ന് പറഞ്ഞതിന് ശേഷം ദുർഗ പോവുകയാണ് കേട്ടോ. പിന്നീട് ഉണ്ണിയോട് ഇങ്ങനെ കരുണ ചോദിക്കും, ഉണ്ണിയേട്ടനാണല്ലോ നിർബന്ധം ആ പൈസ വേണമെന്നുള്ളത്, എൻ്റെ അച്ഛൻ ഒന്നുമില്ലാതെ പിച്ചക്കാരനായി പോകുമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, എന്തിനാടി നിൻ്റെ അച്ഛൻ എന്തിനാടി പൈസ, ജയിലിൽ കിടക്കുകയില്ലേ ആജീവനാന്തം, പിന്നെ എന്തിനാണ്, ഏതായാലും നിന്നെ നോക്കണ്ടേ, നിൻ്റെ ഈ സ്വഭാവത്തിന്, അതേപോലെ തന്നെ നിൻ്റെ കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കണ്ടേ, അതിന് പൈസ തന്നെ വേണം, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ പൈസ കിട്ടാതിരിക്കരുത്, ആ നഷ്ടപരിഹാര തുക എനിക്ക് എന്തായാലും കിട്ടിയേ തീരുള്ളൂ എന്ന് പറയണേ കേട്ടോ. അതേസമയം കരുണയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടവും നിരാശയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം മോഹിനി വന്ന് ചോദിക്കുകയാണ്, ഞാൻ കരുണ മോൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല, അമ്മ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറയുമ്പോൾ, എടി എൻ്റെ മോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പലഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, നിൻ്റെ ഭർത്താവ് എന്തായാലും ഇത്ര കാലം ജയിലിൽ പോയി കിടന്നിട്ട് വരികയാണ്, അവനെ വായിക്ക് വല്ല രുചിയുള്ളത് നീ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ എന്തായാലും അവനുണ്ടാക്കി കൊടുക്കില്ല, അമ്മ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ എന്ന് പറയും. എൻ്റെ മോൻ എത്രയും നേരം കാണാനില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരിക. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രതാപനും വാമദേവനും കൂടി കാറിൽ പോവുകയാണ് കേട്ടോ. വാമദേവനോട് പറയുന്നുണ്ട്, ഇവിടെ ഇറങ്ങിക്കോ, നീ നടന്നു പോയിക്കോ എന്ന് പറയുമ്പോൾ, എനിക്ക് പറ്റില്ല, എനിക്ക് തീരെ നടക്കാൻ വയ്യ പറയും. എനിക്ക് പറ്റില്ല നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനേ പറയടാ ദുഷ്ട, ഒന്ന് കൊണ്ടാക്ക് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇങ്ങനെ ആയത് എന്ന് പറയുന്നു. പിന്നീട് പ്രതാപൻ പെട്ടെന്നൊരു ഐഡിയ എടുക്കണം, എന്തായാലും നീ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക, ഞാൻ ബാക്ക് സീറ്റിൽ ഇത്തിരി കിടക്കാം, എനിക്ക് തീരെ വയ്യ, നടുവിന് ഭയങ്കര വേദനയാണ് എന്ന് പറയുന്നു കേട്ടോ. അത് വാമദേവൻ ശരിയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഡോറ് തുറന്ന് ഇറങ്ങിയിരുന്ന് തന്നെ നമ്മുടെ പ്രതാപൻ പറയും ഡ്രൈവറോട്, വണ്ടി എടുത്തോ പറയും കേട്ടോ. വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ പ്രതാപൻ പറയും, നീ അവിടെ നിന്നോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയും, എടാ ദുഷ്ട, നീ ഇങ്ങനെ ചതിക്കരുത്, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട്, അതാ കാറ് വന്നല്ലോ, മോൻ വന്നു, പോയി നോക്ക് എന്ന് പറയണം കേട്ടോ. അതേ സമയത്ത് മുത്തശ്ശി ഓടിപ്പോയി നോക്കുമ്പോൾ ഡ്രൈവർ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. താങ്ങി പിടിച്ച് കൊണ്ടുവന്നിട്ട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ടത്, എന്ത് പറ്റി മോനെ, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ ചോദിക്കേണ്ട മോഹിനിയോട്, നിനക്കിപ്പോൾ സന്തോഷമായല്ലോ, നീ പറഞ്ഞിട്ടാണോ ആ മാർക്കോ എന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്ന് ചോദിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയോട് മാർക്കോ കൊണ്ടുപോയതും തല്ലിച്ചതച്ചതും കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. മുത്തശ്ശി തലയിൽ കൈവച്ചിട്ട് മാർക്കോയെ ശപിക്കുകയാണ് കേട്ടോ.